ഇത് മുട്ടയുടെ മഞ്ഞക്കരുവാണ്, പുഴുങ്ങിയ മുട്ടയുടെ. അത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയമായി. അപ്പോൾ കണ്ടോ ഈ ഉറുമ്പുകൾ ആ മുട്ടയുടെ മഞ്ഞനെല്ലാം പൊടിച്ച് തരി തരിയാക്കി, ഭയങ്കര തരി, കുഞ്ഞു തരി, സ്മോൾ, അത്രയും തരിയാക്കി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തരിയാക്കിയിട്ട് അവരിതാ ഇവിടെ കുറച്ച് വെച്ചിരിക്കണുണ്ടോ. ഈ മുട്ടയുടെ ഉണ്ണീന്ന് എടുത്തെടുത്ത് കൊണ്ടുപോയി ഒരു ഭാഗത്ത് കൊണ്ട് സേഫായി വെച്ച് അവിടെ നിന്ന് പിന്നെ ഇതാ ഇവരൊരു വഴിയൊരുക്കി എല്ലാവരും വായയിലും ഉണ്ട്. കുഞ്ഞു പീസാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ പീസ് പോലെ തോന്നുന്നുണ്ട്. ഒരു പൊടി പീസ് കുഞ്ഞനുറുമ്പുകൾ. അവർ ഫാസ്റ്റായി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. കൊണ്ടുപോയി ഇട്ടിട്ട് വരുന്നവരുണ്ട് കൂടിനകത്ത്, തിരിച്ച് വരുന്നവരുണ്ട്. കണ്ടോ? അപ്പോൾ ഈ കുഞ്ഞുറുമ്പുകൾ ഇതിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് നോക്കണം. അപ്പോഴുണ്ട് അവരിതിൻ്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീട് എവിടെയോ ആണ് തോന്നുന്നുണ്ട്, ഓട്ട എവിടെയോ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടയ്ക്കകത്ത് കൊണ്ടുപോയി സേവ് ചെയ്ത് വെച്ചിട്ട് ഇവിടെയാണ് തോന്നുന്നു. എല്ലാ കുഞ്ഞുറുമ്പുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എത്ര സ്പീഡിലാണെന്നറിയാം അവർ ഓരോന്നോരോന്ന് കൊണ്ടുപോയിക്കൊണ്ട്. ആരും വെറുതെ ഇരിക്കുന്നേ ഇല്ല. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ പോലെ പണിയെടുക്കുന്ന ഉറുമ്പുകൾ സൂപ്പർ ആയിട്ട് പണിയെടുക്കുക. വളരെ പൊടിയൻ ഉറുമ്പാണത്. അത്രയേ ഉള്ളൂ, കാണുന്നില്ല. അതിന് ഇങ്ങനെ ഉറുമ്പുകളിനെ കാണുന്നത് അവർ വായിൽ വെച്ചു ഓരോ തരിമണിയായിട്ട് എടുത്തെടുത്തെടുത്ത് കൊണ്ടുപോവാണ്. നമ്മൾ ഒരു ഉറുമ്പിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ അതാ അറിയാൻ പറ്റുക. അവർ പാസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ചില ഉറുമ്പുകൾ പറ്റാവുന്നത് കൊത്തി വായിൽ വെച്ചിട്ട് കടിച്ചിട്ട് ഒരേ വഴിത്താരയിലൂടെ തന്നെയാണ് അവർ വരണത്. അവർക്ക് വഴി തെറ്റാറില്ല. അപ്പോൾ ഉറുമ്പുകൾക്ക് വഴിയും തെറ്റാറില്ല, ഉറുമ്പുകൾ ഉറങ്ങാറുമില്ല. അവർ ഈ മഴ സമയമാകുമ്പോഴത്തേക്ക് അവർ കൂട്ടിലേക്ക് ഫുഡെല്ലാം കൊണ്ടുവച്ച് സേവ് ചെയ്യും. മഴയാകുമ്പോൾ പുറത്ത് വരാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട്. നോക്കിക്കോ, രാവിലെ ആകുമ്പോഴത്തേക്കും ഈ മുട്ടയുടെ ഉണ്ണി മുഴുവൻ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം തിന്നു കഴിഞ്ഞതല്ല, എല്ലാം ഇതിൻ്റെ കൂട്ടിനകത്ത് കൊണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉറുമ്പുകൾ ഉറങ്ങാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും നല്ല പ്രകൃതിയിലെ തൊഴിലാളി എന്ന് പറയാം ഉറുമ്പുകളിലെ.